أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين أما بعد ഫറൂൻ ഇതൊരു പിരിച്ചിലാണ്. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പിരിയുന്നതിനാണ് ഫറൂൻ എന്ന് പറയാറുള്ളത്. വയുംദബു സുന്നത്താക്കപ്പെടും അൽ മുവാളബത്തു പതിവാക്കപ്പെടൽ അല ഖിറാഅത്തി യാസീൻ യാസീൻ സൂറത്തിനെ ഓതുന്നതിൻ്റെ മേലിൽ എന്നും ഒരു യാസീൻ ഓതണം. ഓതാൻ പറ്റാവുന്ന എന്നും ഒരു യാസീൻ ഓതണം. അങ്ങനെ യാസീൻ സൂറത്തിൻ്റെ മേൽ പതിവാക്കപ്പെടൽ സുന്നത്താണ്. അലിഫ്ലാമീൻ സജദ അലിഫ്ലാമീൻ സജദ സൂറത്ത് ഓതലും പതിവാക്കപ്പെടൽ സുന്നത്താണ്. തബാറക്ക സൂറത്തും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്ത് പതിവാക്കലും സുന്നത്താണ്. വഅലാ ഖിറാഅത്തി ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ എന്ന് ഇലാ ആഖിരി സൂറ, ആ സൂറത്തിൻ്റെ അവസാനം വരെ ഓതുക. ഇതിൻ്റെ മേലിലും പതിവാക്കപ്പെടൽ സുന്നത്താക്കപ്പെടും. അപ്പൊ യാസീൻ സൂറത്ത്, അലിഫ്ലാമീൻ സജദ, തബാറക്ക, ലൗ അൻസൽന എന്ന ആയത്ത്, അങ്ങനെ ഇതൊക്കെ പതിവാക്കപ്പെടൽ സുന്നത്താണ്. ഇതല്ലാത്തതും ഉണ്ട്. മറ്റൊരു കാര്യം പതിവാക്കപ്പെടൽ സുന്നത്തുള്ള എന്താണ്? വസുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നതിനെ പതിവാക്കപ്പെട മിഅത മറ 100 പ്രാവശ്യം സ്വബാഹൻ വ മസാഅൻ രാവിലെയും വൈകുന്നേരവും. രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം 100 പ്രാവശ്യം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ രാവിലെയും 100 പ്രാവശ്യം, വൈകുന്നേരവും 100 പ്രാവശ്യം പതിവാക്കപ്പെടൽ സുന്നത്താണ്. ഇത് വലിയ പ്രതിഫലം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ വലിയ പ്രതിഫലാർഹമായ കാര്യം, കലിമത്താനി ഖഫീഫത്താനി ഫിൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാൻ എന്ന് പറഞ്ഞുകൊണ്ട് മീസാനിൽ വലിയ ഖനം തൂങ്ങുകയും എന്നാൽ നാവുകൊണ്ട് വളരെ ലളിതമായി ചൊല്ലുകയും ചൊല്ലാവുന്ന ദിക്ർ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയ ദിക്റാണിത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലി പതിവാക്കിയാൽ വളരെ പ്രതിഫലാർഹമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം, സുബ്ഹാനല്ലാഹിൽ അളീം അളീമായ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിന ചോദിക്കുന്നു, എനിക്ക് മാഫ് ചെയ്തു തരാൻ അള്ളാഹുവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. അല്ല, ഇസ്തഗ്ഫറ ഇസ്തഖറജ പുറപ്പെടലിനെ തേടി, ഇസ്തഫ്അല ഇസ്തഗ്ഫറ പൊറുക്കലിനെ തേടി, അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. ഇങ്ങനെ അതിൻ്റെ മീസാനിയായ കാര്യം കൂടി ഓരോ വാക്കിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്ലുൻ ഫി സ്വലാത്തിൽ മയ്യിത്തി മയ്യത്ത് നിസ്കാരത്തിൽ പറയുന്ന ഫസലാണ്. അർക്കാനുഹ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറളുകൾ സബഅത്തുൻ 7 മറ്റ് നിസ്കാരത്തിൻ്റെ ഫറളുകൾ 14. നമുക്കറിയാം അതിൻ്റെ നേർപകുതിയാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറള്. ഇനി മറന്നു പോകരുത്. മറ്റ് നിസ്കാരത്തിൻ്റെ 14 ഫറള്, മയ്യത്ത് നിസ്കാരത്തിന് 7 ഫറള്. അഹദുഹ അതിൽ നിന്ന് ഒന്നാമത്തത് നിയ്യത്തുൽ ഫിഅലി വൽ ഫർളി മുഖ്തരിനത്തം ബി തക്ബീറത്തിൽ ഇഹ്റാമി വയക്ഫി ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി. ഒന്നാമത്തെ ഫർള് പ്രവൃത്തിയെ കരുതലാണ്. നിയ്യത്തുൽ ഫിഅലി ഞാൻ ചെയ്യുന്നു, ഞാൻ നിസ്കരിക്കുന്നു എന്ന പ്രവൃത്തിയെ കരുതുക. വൽ ഫർളി ഫർളായിരിക്കലിനെയും കരുതുക. മുഖ്തരിനത്തം ബി തക്ബീറത്തിൽ ഇഹ്റാമി തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വയിച്ചവനായ സ്ഥിതിയിൽ, അതായത് നിയ്യത്ത് വേറെയും തക്ബീറത്തുൽ ഇഹ്റാം വേറെയും ആവരുത്. അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ മനസ്സിലുണ്ടാവണം ഞാൻ ഈ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കുകയാണ് എന്ന്.
വയക്ഫി മതിയാകുന്നതാണ്, നിയ്യത്ത് മതിയാകും. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്ത്, ഈ മയ്യത്തിൻ്റെ മേലിൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു, ഈ മയ്യത്തിൻ്റെ മേലിൽ ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന ഈ നിയ്യത്ത് മതിയാകും. അപ്പോൾ ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. അസാനി, രണ്ടാമത്തെ ഫർള് അൽ ഖിയാമു ലിൽ ഖാദിരി, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കല്ല, കഴിവുള്ളവൻ എന്ത് ചെയ്യണം? നിൽക്കണം. അസാലിസു, മൂന്നാമത്തത് അർബഉ തക്ബീറാത്തിൻ, 4 തക്ബീറുകൾ ചൊല്ലലാണ്. 4 തക്ബീർ ഫറളാണ്. അറാബിഉ, നാലാമത്തത് ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതലാണ്. ബഅദ തക്ബീറത്തിൽ ഊല, ഒന്നാം തക്ബീറിന് ശേഷം. ആദ്യം അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീർ ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ ഓതലാണ്. അൽ ഖാമിസു, അഞ്ചാമത്തത് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. ബഅദ സാനിയത്തി, രണ്ടാം തക്ബീറിന് ശേഷം. ഫയഖൂലു, അപ്പവൻ പറയൽ നിർബന്ധമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്നത് സുന്നത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ, മുഹമ്മദ് നബിയുടെ കുടുംബങ്ങളുടെ മേലിലും. അസാദിസു, ആറാമത്തെ ഫർള് അദ്ദുആഉ ലിൽ മയ്യിത്തി, മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യലാണ്. ബഅദ സാലിസത്തി, മൂന്നാമത്തെ തക്ബീറിന് ശേഷം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു എന്നിങ്ങനെ ദുആ ചെയ്യുക. അതിൻ്റെ പൂർണ്ണരൂപം ബിനഹവി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പോലോത്തത് കൊണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യളു മിനദ് ദനസ് وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعيذه من عذاب القبر وفتنته ومن عذاب النار. اللهم اغفر له, അല്ലാഹു ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ. വർഹംഹു, നീ റഹ്മത്ത് ചെയ്യണേ. വഅഫു അൻഹു, മയ്യത്തിനെ തൊട്ട് മാഫ് ചെയ്യണേ. വആഫിഹി, മയ്യത്തിന് നീ സുഖമാക്കി കൊടുക്കണേ. വഅക്രിം നുസുലഹു, അദ്ദേഹത്തിന് നുസുലിനെ നീ ബഹുമാനിക്കണേ. നുസുൽ എന്ന് പറഞ്ഞാൽ ആദ്യ വിരുന്ന്, ഖബറിലേക്ക് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരുന്ന്, മുൻവിരുന്ന് എന്നതിന് പറയാം. മുൻവിരുന്നിനെ നീ ബഹുമാനിക്കണേ. ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ആദ്യം ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ, ഒരു ചായ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും. ഇതിനാണ് നുസുല് എന്ന് പറഞ്ഞ ആദ്യത്തെ വിരുന്ന്. ഇത് മാന്യന്മാരായ ആളുകൾ, വലിയ വലിയ ആളുകളാവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ജ്യൂസിന്റെ ക്വാളിറ്റി ഒന്ന് വലുതാവും. ലോക്കൽ ആളാണെങ്കിൽ ചിലപ്പോൾ ചെറുതാവും, ചിലപ്പോൾ കൊടുത്തില്ലാന്നും വരും. അപ്പോൾ മാന്യമായ ഒരു സൽക്കാരം ആ മയ്യത്ത് ഖബറിലേക്ക് വരുന്ന സമയത്തുള്ള ആ മാന്യമായ മുൻവിരുന്നിനെ നീ മാന്യമായി നൽകണേ. വസ്സിഅ മദ്ഖലഹു, അദ്ദേഹത്തിന്റെ മദ്ഖൽ എന്ന പ്രവേശന സ്ഥാനം, മദ്ഖല് സമാന്റെ മക്കാന്റെ ഇസ്മ. മദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥാനത്ത് നീ വിശാലമാക്കണേ. വഅഗ്സിൽഹു ബിൽ മാഇ, വെള്ളം കൊണ്ട് നീ അദ്ദേഹത്തെ കുളിപ്പിക്കണേ. വസ്സൽജി, മഞ്ഞ് വെള്ളം കൊണ്ടും. വൽ ബറദി, തണുപ്പ് വെള്ളം കൊണ്ടും. വനഖ്ഹിഹി, അദ്ദേഹത്തെ നീ ശുദ്ധീകരിക്കണേ. മിനൽ ഖതായ, വൻദോഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദോഷങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിക്കണേ. കമാ യുനഖ്ഖ സൗബുൽ അബിയദു, വെള്ള വസ്ത്രത്തെ ശുദ്ധീകരിക്കപ്പെടും പോലെ. മിനദ്ദനസി, അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രത്തെ ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധമാക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിക്കണേ. വഅബ്ദിൽഹു, അദ്ദേഹത്തിന് നീ പകരം കൊടുക്കണേ. ദാറൻ, ഒരു വീടിനെ. ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിന്റെ നിലവിലുള്ള വീടിനേക്കാൾ നല്ലൊരു വീട് നീ പകരം നൽകണേ. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങൾ, ഉത്തമമായ കൂട്ടുകുടുംബത്തെ നീ പകരം നൽകണേ. മരിച്ചു പോകുമ്പോൾ നമുക്ക് അഹലുകാരൊക്കെ വേണം. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കുട്ടികളും മക്കളും തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല, വേറെയും ആവാം. അപ്പോൾ ഏതായാലും ഖൈറായ അഹലുകാരെ നീ നൽകണേ. സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഭാര്യയേക്കാൾ, നിലവിലുള്ള ഭർത്താവിനേക്കാൾ ഖൈറായതിനെ നീ പകരം കൊടുക്കണേ. ചിലപ്പോൾ നിലവിലുള്ള ഭാര്യനെ തന്നെയാണ് ഈ കാരം ഇവിടെ ആഖിറത്തിലും കിട്ടല്. അപ്പോൾ ആ ഭാര്യ നമ്മൾ ബേജാറാവണ്ട, ഈ കുരിപ്പന്നെയാണോ അവിടെയും വരുന്നത് വിചാരിച്ചുകൊണ്ട് ബേജാറാവണ്ട. അവിടെ അള്ളാഹു താല നല്ല കാര്യങ്ങൾ ചെയ്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ സ്വഭാവത്തെ മാറ്റി
നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യും, കൊണ്ടുവരും. അപ്പോൾ നമുക്ക് സന്തോഷമാവും. ഏതായാലും ചിലപ്പോൾ നിലവിലുള്ള ഭാര്യ തന്നെ, അല്ലെങ്കിൽ ഹൂറുൽ സ്ത്രീകൾ ഏതാവട്ടെ, ഖൈറായ ഭാര്യയെ നീ പ്രദാനം ചെയ്യണേ, അല്ലെങ്കിൽ ഖൈറായ ഭർത്താവിനെ നീ പകരം നൽകണേ. വഅദ്ഖിൽഹുൽ ജന്ന, അദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വഅഈദുഹു മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമേ, സൂക്ഷിക്കണേ. വഫിത്നതിഹി, ഖബറിന്റെ അദാബിനെ തൊട്ടും. വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ അദാബിനെ തൊട്ടും കാത്തു സൂക്ഷിക്കണേ. അസ്സാബിഉ, ഏഴാമത്തെ ഫർള്, അസ്സലാമു, സലാം വീട്ടലാണ്. ബഅദർ റാബിഅത്തി, നാലാമത്തെ തക്ബീറിന് ശേഷം. ഫയഖൂലു, അപ്പോൾ ആ സലാം വീട്ടുന്നതിൽ, ഫയഖൂലു ഫീഹ, ആ സലാം വീട്ടുന്നതിൽ അവൻ പറയണം, അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു. ഫയഖൂലു ഫീഹ, ആ നാലാമത്തതിൽ പറയൽ സുന്നത്താണ്, അത് ഫർളല്ല, സുന്നത്താണ്. അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അപ്പോൾ സലാം വീട്ടുന്നതോടുകൂടി കഴിഞ്ഞു. പിന്നെ നാലാമത്തെ തക്ബീർ ചെല്ലുന്ന സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പ് ഈ കാര്യം പറയൽ സുന്നത്താണ്, ഫർളല്ല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തഹരിംന അജ്റഹു, അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ വിലങ്ങരുതേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു, മയ്യത്തിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുത്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു. അതിൻ്റെ പ്രതിഫലം ആ മയ്യത്തിനു മാത്രമല്ല ഞങ്ങൾക്കും നീ നൽകണം, ഞങ്ങൾക്ക് നീ വിലങ്ങരുത്. വലാ തഫ്തിന്ന ബഅദഹു, അദ്ദേഹത്തിൻ്റെ ശേഷം ഞങ്ങളെ ഫിത്തനയാക്കരുത് എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ ഹൈറാത്തുകൾ ഉണ്ടാകും. ആ ഹൈറാത്തുകൾ ചിലപ്പോൾ അദ്ദേഹം പോയാൽ എല്ലാവരും അത് മറന്നിട്ട് പിന്നെ നാട്ടിലാകെ ഫിത്തനയും ഫസാദും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹം പോയി എന്ന് കരുതി ഞങ്ങളെ നീ ഫിത്തനയാക്കരുത്, അദ്ദേഹത്തിന് ശേഷം ഞങ്ങളെ നീ ഫിത്തനയാക്കരുത്. ചില വലിയ ആളുകളൊക്കെ മരിക്കുമ്പോൾ ലാ തഫ്തിന്ന ബഅദഹു എന്ന് ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ വരാറുണ്ട്, പടച്ചോനെ, ഈ ആൾ പോയാൽ ഇവിടെ ഖറാബാവുമല്ലോ, ഇവിടെ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അത്തരത്തിലുള്ള വിഷമങ്ങളില്ലാതെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണേ. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു കൊടുക്കണേ. ഇതാണ് ആ ദുആ. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ. അസ്സലാമു അലൈക്കും.